അസ്സലാമലൈക്കും എവ്രിവൺ. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരി ആമിന കേട്ടോ. അപ്പോൾ ഇവളെ കല്യാണമായിരുന്നു. അങ്ങനെ ഞാനും അജ്നായും കൂടെ ഒരു രാവിലെ 11 മണിയായപ്പം തന്നെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ നമ്മൾ ബ്രൈഡ് എങ്ങനെയുണ്ട്? എനിക്ക് അവളുടെ ഓവറോൾ ലുക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരിയൊക്കെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു ഫ്രണ്ട് അദീന. അവളെ കണ്ടിട്ട് തന്നെ 4-5 മാസമായി. അവൾ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ കല്യാണമായിട്ട് അവളെ കാണാൻ പറ്റി. അവളും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന അജ്ന എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല. അവളെ വുഡ് ബി, അതായത് അവളെ കല്യാണമാണ് സെപ്റ്റംബറിൽ വരാൻ പോകുന്ന. അവളെ ഇക്കായെ കണ്ടപ്പോൾ അവളങ്ങ് പോയി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. അവരെല്ലാം വന്നിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്തു. ഇവരൊക്കെ ഞാൻ ഫോൺ എടുക്കുന്ന കാണുമ്പോഴേ ഓടുന്ന ആൾക്കാരാണ്. ഇപ്പോഴും എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടുക്കരുതെന്നും പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയായി അജ്നായെ കിട്ടി കേട്ടോ. അജ്നായിട്ട് ഒരു പിക്ക് പോലും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം കിട്ടിയപ്പോൾ നമ്മൾ 3 പേരും കൂടെ നിന്ന് പിക്കൊക്കെ എടുത്തു. അങ്ങനെ താലികെട്ടിനുള്ള സമയമായി. മാഷാല്ലാ 2 പേരും മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ താലികെട്ടും മലയിടിയിലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ബിരിയാണി ഉണ്ണാൻ കയറി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല യമ്മി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് ചെറുക്കൻ്റെ കൂടെയും പെണ്ണിൻ്റെ കൂടെയും എല്ലാവരും കൂടെ ഇന്ന് സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിൽ പോകാൻ നേരം ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴത്തേക്ക് ലാസ്റ്റ് ഐസ്ക്രീം ആയിരുന്നു. ഇവിടെ മുഖത്ത് വിഷമം കണ്ട കുട്ടിക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം കുടിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും കോൺ മാത്രമേ കിട്ടിയുള്ളൂ. അതിനൊക്കെയായിരുന്നു ലാസ്റ്റ് ഐസ്ക്രീം വിധിച്ചിട്ടുള്ളത്. എനിക്കും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞാനും കുടിച്ചതുമില്ല. എന്നാലും വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് പനിയായിട്ടുണ്ടായിരുന്നു. സ്വരമൊക്കെ അടച്ച്. എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തോ ഈ വെയിലത്ത് നിന്നിട്ടാണോ, ബസ്സുകാർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ വെയിലത്ത് നിന്നിട്ടാണോ എന്തോ എനിക്ക് പനിയായിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ ബൈ.